എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവെന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞാലും കഴിയുമൊന്നുമില്ല, അത്രമാത്രം വിശാലമായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന വചനം ഏതാ? 31:2b. ഫസ്റ്റിലല്ല, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മേലെ ചലിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു ചൈതന്യം നമ്മിൽ ചലിക്കുന്നുണ്ടോയെന്ന് നമുക്കറിയണ്ടേ? അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മിലുണ്ടെങ്കിൽ നമുക്ക് വചനത്തിലൂടെ കടന്നു പോകാം, എന്തൊക്കെയായിരിക്കും നമ്മിൽ സംഭവിക്കുക എന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം 32:26b ഒരു കാര്യം പറയുന്നുണ്ട്. എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. അത് ആരോടാ പറയുന്നേ? എപ്പോഴാ പറയുന്നേ? യാക്കോബ്. ആരോടാ പറയുന്നേ? ദൈവദൂതന്മാരോട് പറയാണ്. കാരണം ആളെ വേദനിപ്പിച്ചു അല്ലേ, രാത്രി മുഴുവനും മൽപ്പിടുത്തം നടത്തി അവസാനം കാലിൻ്റെ ഹിപ്പിലേക്കൊരു ഇടി കൊടുത്ത് അവിടെ നല്ല വേദന, ചട്ടി നടക്കുകയാണെങ്കിൽ പോലും യാക്കോബ് എന്താണ് ആ ദൈവദൂതനോട് പറഞ്ഞത്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്. ആ ഒരു അനുഗ്രഹം ചോദിച്ചോടെ യാക്കോബ് ആരായി മാറി? ഇസ്രായേലായി മാറി, അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മിലുണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരോട് നമുക്ക് അനുഗ്രഹം ചോദിക്കാൻ സാധിക്കുമോ? അവിടെയാണ് നമ്മൾ ഈ ചൈതന്യമുണ്ടോ എന്നറിയാം. അവരോട് ക്ഷമിക്കുക മാത്രമല്ല, ക്ഷമിച്ചത് മറന്നതും മാത്രമല്ല, അവസാനം അവരോട് പോയിട്ട് എന്നെ അനുഗ്രഹിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ ചൈതന്യം ഇങ്ങനെ നമ്മിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അടുത്തത് ഉൽപ്പത്തി പുസ്തകം 33:4 പറയുന്നുണ്ട്. ഏശാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, ഇരുവരും കരഞ്ഞു. ഏസാവിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയോ? ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു പോയത് ഓർമ്മയുണ്ടോ? ഏസാവും യാക്കോവും ശത്രുക്കളായിരുന്നു. യാക്കോവ് വരുമ്പോഴത്തേക്ക് ഏസാവ് ഓടിച്ചെന്ന് എല്ലാ ശത്രുതയും, കാരണം എന്താ, അവൻ്റെ കടിഞ്ഞൂൽ അവന് പിതാവിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹം എന്ന് തുടങ്ങി എല്ലാം പിടിച്ചു മേടിച്ച ഒരാളാണ് യാക്കോവ്. പക്ഷേ ഈ യാക്കോവ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു, ഏസാവ് നിറഞ്ഞു. ഉടനടി അവരെന്താ ചെയ്യുന്നത്? ശത്രുത മറക്കുക മാത്രമല്ല, ക്ഷമിക്കുക മാത്രമല്ല, പ്രാർത്ഥന പോയി ചോദിക്കുക മാത്രമല്ല, അനുഗ്രഹിക്കുക മാത്രമല്ല, അവസാനം എന്താ ചെയ്തേ? ആ ശത്രു ആണെന്ന് വിചാരിച്ചിരുന്ന യാക്കോവ് പേടിച്ച് അവിടെ എത്തുമ്പോഴെന്താ ചെയ്യുന്നത്? യാക്കോവിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് രണ്ടുപേരും കരയുകയാണ്. സന്തോഷത്തിൻ്റെ കണ്ണുനീർ പൊഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ചൈതന്യം നമ്മൾ പന്തക്കൊസ്ത വരെ കാത്തിരിക്കേണ്ട, നമുക്ക് മാമോദീസായിലും സൈലേപനത്തിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ശത്രുവാണെന്ന് തോന്നുന്നവരോട് ക്ഷമിക്കാനും അവരെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയാനും വിവേകം ഉപയോഗിക്കണം കേട്ടോ. കാരണം ശത്രു ആരാണെന്ന് നോക്കിയിട്ട് വേണം. അയൽവക്കത്തുള്ളൊരു ചേട്ടനാണെങ്കിൽ നമുക്ക് ശത്രുത ഓടിപ്പോയി ക്ഷമിച്ചിട്ട് സ്നേഹമൊന്നും പ്രകടിപ്പിക്കേണ്ട. ഞാൻ എപ്പോഴും പറയും, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പുണ്യമാണ് വിവേകം, അത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അടുത്തത് പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവ് പാപബോധം നൽകുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 39:9b. എന്താ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അതാരാ പറഞ്ഞേ? ജോസഫ്. എവിടെ വെച്ചാ പറഞ്ഞേ? പൊത്തിഫറിൻ്റെ വീട്ടിൽ. പൊത്തിഫറിൻ്റെ ഭാര്യ പാപം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചപ്പോൾ അവൻ പറയുന്നതാണ്, ഇത്ര നീചമായി പ്രവർത്തിച്ച് ഞാൻ എങ്ങനെയാണ് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ എത്ര സമയം നീചമായിട്ട് പ്രവർത്തിച്ച് കർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്? ഓർത്ത് നോക്കിക്കേ. നമ്മൾ കാറ്റസമൊക്കെ 12ാം ക്ലാസ് വരെ, തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഡിഗ്രിയും കൂടെ ഉണ്ട്. അപ്പോൾ 15 വർഷം കാറ്റസമൊക്കെ പഠിപ്പിച്ചിട്ട് കുട്ടികളായിരിക്കാം. നമ്മൾ എത്രമാത്രം ഈശോയെ മറന്നിട്ട് മറ്റൊരു ദൈവത്തിൻ്റെ പുറകെ, അല്ലെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്ന കുട്ടികളുടെ പുറകെ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഇന്നലെ ഞാനൊരു അറിയുന്ന ഒരു കൊച്ചിനോട് സംസാരിച്ചു. അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവൾ ചോദിച്ചു, സിസ്റ്റർ ഇങ്ങനെ കൗൺസിലിങ്ങൊക്കെ പോകണല്ലേ, അപ്പം ഞങ്ങളെയൊക്കെ തിരിച്ചറിയോ ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറയേ. അപ്പോൾ കുട്ടി പറയണേ, ഞാൻ ചോദിച്ചെന്താ വല്ല ലവ് അഫെയർ ഉണ്ടോ? അതൊക്കെ ഇപ്പോൾ സ്വാഭാവികമല്ലേ. ഓക്കെ, സ്വാഭാവികമാണ്. നീ ആരെയാ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിപ്പോൾ കാസ്റ്റ് എന്തായാലും എന്താ, നമുക്ക് നമ്മുടെ വിശ്വാസത്തിലും ആളാടെ വിശ്വാസത്തിലും ജീവിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു വന്നപ്പോൾ അവളൊരു ഹിന്ദു പയ്യനെ ഇഷ്ടപ്പെടുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ എന്താ അങ്ങനെ? ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും, ഞാൻ ഈശോയായിട്ട് ജീവിക്കും, ആളാടെ. അപ്പം ഞാൻ ചോദിച്ചു, നിനക്കുണ്ടാകുന്ന കുട്ടികൾ ആരുടെ വിശ്വാസത്തിൽ ജീവിക്കും? അപ്പോഴാണ് കുട്ടി കണ്ണു തുറന്നത്. അപ്പോൾ പറഞ്ഞു, ശരിയല്ലേ, കുട്ടി ആരുടെ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നത്? അമ്മയുടെ വിശ്വാസത്തിലാണോ
അപ്പൻ്റെ വിശ്വാസത്തിലാണോ? ഇത് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളെ, ഞാൻ പഠിപ്പിക്കുന്ന ഒരു സമയത്ത് ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഉള്ള സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ക്രിസ്മസിന് ഹിന്ദു കുട്ടികൾക്ക് ലീവ് കുറവും ഓണത്തിന് ലീവ് കൂടുതലും തരാം. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കുട്ടികൾക്ക് ഓണത്തിൻ്റെ സമയത്ത് ലീവ് കുറവും. ഞാൻ പ്രൊഫഷണൽ കോഴ്സാണ്, ഹോസ്പിറ്റലാണ്, അപ്പോൾ ഹോസ്പിറ്റലിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ക്രിസ്മസിന് ഹിന്ദു കുട്ടികൾക്ക് കുറവെന്ന്. ഉടനടി എടുത്തൊരു കൊച്ചനോട് ചോദിച്ചാൽ, എനിക്കപ്പം 2 ലീവും കിട്ടുമോ? എന്തിയേ? എൻ്റെ അപ്പൻ ഹിന്ദുവും അമ്മ ക്രിസ്ത്യാനിയുമാണ്. ആ കുട്ടി അനുഭവിച്ചൊരു വേദന നോക്ക്. ആ ക്ലാസ്സിലിരുന്നിട്ട് അവൾക്കത് പറയേണ്ടിയ വരുന്നു. പ്രിയപ്പെട്ട കൊച്ചു പിള്ളേരെ, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളൊരിക്കലും നമ്മുടെ ഈശോയെ നീചമായിട്ട് ഈശോയെ വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരു ദൈവത്തിൻ്റെ പുറകെ പോകാനായിട്ട് നമുക്ക് എപ്പോഴൊക്കെ സാധിക്കുന്നത്. അതുപോലെ ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് അന്യദൈവത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഞാൻ എൻ്റെ ദൈവത്തെ നീചമായിട്ട് മാറ്റി വേദനിപ്പിക്കുക അല്ലേ? ആ ദൈവത്തിന് കഴിവില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ വല്ല വിഗ്രഹങ്ങളുടെ പുറകെ പോകുന്നത്. പൂജകൾക്കും പിന്നെ കൈനോട്ടത്തിനും ഭാരഫലത്തിനും ഒക്കെയായിട്ട് നമ്മൾ പോകുന്നത്. നമ്മുടെ ദൈവത്തിന് കഴിവില്ലാതെ വരുമ്പോഴാണ്, എൻ്റെ ദൈവത്തിന് കഴിവില്ല എന്നൊരു തോന്നൽ വരുമ്പോഴാണ് നമ്മൾ അന്യദൈവങ്ങളുടെ പുറകെ പോകുന്നത്. അന്യദൈവങ്ങളുടെ പുറകെ പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ഈശോ എങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ജോസഫിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിന്നതുകൊണ്ടാണ് അവൻ നടന്നു വന്ന വഴികളെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ വളർന്നു വന്ന വഴികളിലെല്ലാം അവൻ സുഖമായിട്ട് ജീവിച്ച് വന്നിട്ടാണ് അവൻ നീചമായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നതല്ല. അവൻ ജയിലിൽ കിടക്കാൻ പോകുന്നു, പൊട്ടക്കിണറിൽ താന്നു, അടിമയായിട്ട് ജീവിക്കുന്നു. ഈ ജീവിത സാഹചര്യങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരു പൊത്തിപ്പറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അവന് വേണമെങ്കിൽ ചിന്തിക്കാം, ഇനി ഞാൻ ഇത്രയും സുഖ സൗകര്യങ്ങൾ എനിക്കിനി കിട്ടാൻ പോകുന്നില്ല, ഇത്ര എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ച് ഏറ്റവും സുഖവും സുന്ദരമായി ജീവിക്കുകയല്ലേ, ഒരു ചെറിയ തെറ്റ് ചെയ്താൽ ആരറിയാനാ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ജോസഫ് എത്തേണ്ട സ്ഥലത്ത് എത്തുമായിരുന്നോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ സാഹചര്യങ്ങൾ, പാപ വ്യക്തികൾ, പാപ കൂട്ടുകെട്ടുകൾ ഒക്കെ വരുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് ഒന്നേ ഉള്ളൂ, എൻ്റെ ദൈവത്തെ ഞാൻ നീചമായിട്ട് പ്രവർത്തിച്ചിട്ട് എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കണോ? നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്കറിയാം, അവരൊക്കെ എത്ര നാളത്തേക്കുണ്ടാവും. അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്താൽ നമുക്കറിയാം, നമ്മൾ നമ്മുടെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തിൻ്റെ പുറകെ പോയിട്ട് നമുക്ക് എന്താ കിട്ടിയത്? ഞാൻ പലപ്പോഴും കൗൺസിൽ മേഖലയിലൊക്കെ ഇരിക്കുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ അസുഖം വന്നപ്പോൾ അല്ലെങ്കിൽ കടബാധ്യത വന്നപ്പോൾ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഇന്നടുത്ത് പോയി ഭാരഫലം നോക്കി, കൈ നോക്കി, പൂജ നടത്തി, ആ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നാൽ സുഹൃത്തുക്കൾ പറഞ്ഞു ആ ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ നിൻ്റെ രോഗം മാറും. അങ്ങനെ പറഞ്ഞു പോയവരൊക്കെ വീണ്ടും എവിടെയാണ് തിരിച്ചു വന്നത്? നമ്മുടെ ഈശോയുടെ അടുത്തേക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കുക, ജോസഫിനെ പോലെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുകയില്ല, എൻ്റെ ഈശോയെ വേദനിപ്പിക്കില്ല. അവൻ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എനിക്ക് വേണ്ടി മാത്രം. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ഈശോ മരിച്ചതെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറുതെ ആണോ മരിച്ചത്? അവിടുത്തെ പീഡാനുഭവത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. നമ്മൾ പന്തക്കുസ്തയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ഈശോയുടെ പീഡാനുഭവങ്ങളെ മുഴുവൻ നമ്മൾ ധ്യാനിച്ചതാണ്. ഇനി അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മിലേക്ക് വരണ്ടേ. ഈ ദൈവത്തെയാണ്, എൻ്റെ ഈശോയെയാണ് ഞാൻ വേദനിപ്പിച്ച് മറ്റൊന്നിലേക്ക് പോകുന്നത്. ഓരോ കൽപ്പനകൾ ലംഘിക്കുമ്പോഴും, ഓരോ ദൈവപ്രമാണങ്ങൾ ലംഘിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുക, എൻ്റെ ദൈവം വേദനിക്കുന്നുണ്ട്, എൻ്റെ ഈശോ വേദനിക്കുന്നുണ്ട്. ഇതൊരു ചിന്തിക്കാനുള്ള ഒരു കൃപ നമുക്ക് നൽകുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം എന്നിലുണ്ടോ എന്നറിയുന്നതിന് മുമ്പ് നമുക്ക് ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഞാൻ എൻ്റെ ഈശോയെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നീചമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടോ? ആ വേദന. ഇപ്പോൾ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാതിരിക്കുമ്പോൾ ഈശോയ്ക്ക് വിഷമമാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ഈശോയാണ്. അപ്പോൾ ആ ഈശോയ്ക്ക്, ഇപ്പോൾ ഈശോയ്ക്ക് വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളെ കണ്ടാൽ നമുക്ക് അതിൽ നിന്ന് മാറാനുള്ള അനുഗ്രഹം, അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അടുത്തത്, പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിൽ സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിക്കാം, ദർശനങ്ങളൊക്കെ ഉണ്ടാകാം അല്ലേ? നമുക്കറിയാലോ പല ദർശനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ദാനഫല ഫലങ്ങളാകട്ടോ. അപ്പം അങ്ങനെ അതിനൊരു ഉദാഹരണമാണ് നമുക്ക് വായിക്കേണ്ട. നമുക്കറിയാം തലവറയിലെ സ്വപ്ന വ്യാഖ്യാനം. ജോസഫ് തലവറയിൽ കിടക്കുമ്പോൾ അവിടെ സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടാണ് ജോസഫ് എവിടെ എത്തുന്നത്? ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തിൻ്റെ ഫലം, അത് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അവനിലുള്ളത് കൊണ്ട് അന്ന് സ്വപ്നം നന്നായി വ്യാഖ്യാനിക്കാൻ സാധിച്ചു. അവനെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉൽപ്പത്തി പുസ്തകം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വചനത്തിലോ ഉൽപ്പത്തി പുസ്തകം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഈ കുറച്ച് സമയം കൊണ്ട് അത് നേരാത്തത് കൊണ്ട് ഒറ്റ പുസ്തകം. ഉൽപ്പത്തി പുസ്തകം എത്രാമത്തെ പുസ്തകമാണ്? ബൈബിളിലെ 1-ാമത്തെ അല്ലേ?
പിന്നെ അടുത്തത് തെറ്റ് ഓർക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്നൊരു ഓർമ്മ വന്നാലാണ് നമ്മൾക്ക് അനുതാപം വരികയുള്ളൂ. തെറ്റിപ്പോയെന്നൊരു ചിന്ത നമുക്ക് തരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ഇപ്പം ഞാൻ എൻ്റെ ദൈവത്തെ മറന്നുപോയി, അല്ലെ എൻ്റെ ശത്രുതയുണ്ട്, ഞാൻ അന്യ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. ഒരു അനുതാപത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടായിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 41:9 പറയുന്നുണ്ട്. അപ്പോൾ പാനപാത്രവാഹകൻ പറവയോട് പറഞ്ഞു, എൻ്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എവിടെയാ പാനപാത്രവാഹകന് തെറ്റുപറ്റിയത്? എവിടെയാ? തടവറ വെച്ച് സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ ജോസഫ് പറഞ്ഞു, അവൻ്റെ സ്വപ്നം ശരിയായി. പറവയുടെ പാനപാത്രവാഹനായിട്ട് തിരിച്ചെടുക്കുമ്പോൾ പറഞ്ഞു, നല്ല കാലം വരുമ്പോൾ എന്നെ കൂടി ഓർക്കണേ. പക്ഷേ ഈ പാനപാത്രവാഹൻ ഓർത്തോ? ഇല്ല. കാലങ്ങൾക്ക് ശേഷമാണ് അവൻ ഓർക്കുന്നത്. അപ്പോൾ അവനെ പറയുന്നത്, എൻ്റെ തെറ്റ് ഞാൻ ഓർക്കുന്നു. അന്നൊരു വാക്ക് പാലിക്കേണ്ടത്. തമ്പുരാൻ്റെ മുമ്പിൽ കൊടുത്ത വാക്കുണ്ടല്ലേ നമ്മൾ, എപ്പോഴാ ബോധപൂർവം വാക്ക് കൊടുത്തത്? എപ്പോഴാ? മാമോദീസ നമുക്കറിയാം, നമ്മൾ അത്രയും കുഞ്ഞായിരുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ തലവട്ടപ്പനും തലവട്ടമ്മയും വാക്ക് കൊടുത്തു. പിന്നെ എവിടെയാണ് നമ്മൾ വാക്ക് കൊടുക്കുന്നത്? ഈശോയ്ക്ക് കുർബാന സ്വീകരണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുമല്ലേ? എന്ത് പ്രാർത്ഥനയല്ല പറയുന്നത്? ഇനി മേലിൽ ഞാൻ പാവം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നത് എപ്പോഴാണ്? മനസ്താപ്രേരണം ചെല്ലുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റ് ചെയ്യാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിട്ടില്ല. ആ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനുള്ള കൃപ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടൊരു അഭേദ്യ ബന്ധം, ഒരു സ്നേഹം, കൂടെ നടക്കലൊക്കെ നമുക്കുണ്ടാവണം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ദൈവഹിതം, ഇതെല്ലാം ദൈവഹിതമാണ്. പരിശുദ്ധമ്മയെ പോലെ സാധിക്കണം. അതുപോലെ തന്നെ സാധാരണ മനുഷ്യർക്ക് പോലും പരിശുദ്ധമ്മ നമ്മൾ പറയും ഉത്ഭവം ഇല്ലാതെ ജനിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ. പക്ഷെ സാധാരണ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തി പോലും ജീവിതത്തിൽ സംഭവിച്ചാൽ നന്മയ്ക്കാണെന്ന് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45:5. എന്നെ ഇവിടെ വിറ്റത് ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. സംഭവിച്ചതെല്ലാം സംഭവിച്ചു പോയി. പക്ഷേ ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം വരുത്തും. ആ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കായെന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ സംഭവിച്ചതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാനോ സങ്കടപ്പെടാനോ അല്ല. അത് പറയുന്നിടത്ത് നിങ്ങൾ സംഭവിച്ച് സങ്കടപ്പെടുകയോ വിഷാദിക്കുകയോ ഒന്നും വേണ്ട. എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാണ് തന്നെ. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് തരുന്ന ഒരു പോസിറ്റീവ് ചിന്ത. ജീവിതത്തിലൊക്കെ തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു, പാപം ചെയ്തു പോയി, ദൈവത്തെ മറന്നു, അന്യ ദൈവങ്ങളുടെ പുറകെ പോയി, അല്ലെ ഇപ്പോൾ കൽപ്പനകളെല്ലാം ലംഘിച്ചു, ഇതെല്ലാം അറിഞ്ഞു, എനിക്ക് ബോധ്യം വന്നു, ഇത് പറയുക ഇതെല്ലാം സംഭവിച്ചു, കർത്താവേ എന്നോട് ക്ഷമിക്കണേ. അതുകൊണ്ട് കർത്താവ് നമുക്കൊരു നല്ല കള്ളനെ കാണിച്ചു തന്നത്. എത്ര വലിയ തെറ്റ് ചെയ്താലോ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കരുണയുണ്ട്. ക്ഷമ തരുന്ന ദൈവമാണ് യേശു ക്രിസ്തു. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും സംഭവിച്ചതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കില്ല. നമ്മുടെ മുഖം ഒരിക്കലും മ്ലാനമാകരുത്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുഖം എപ്പോഴും, ഈ പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവേൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവേൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശ്. ഇത് നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി, ആ തെറ്റിപ്പോയതിനെ ഓർത്ത് അനുദപിച്ച് കുമ്പസാരിച്ച് തമ്പുരാനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വഴിയിലേക്ക് പോകാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താ? എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും ഇന്നലെ നാളെ എന്നൊന്നുമില്ല. എപ്പോഴും ആൾ പ്രസൻറ്റ് ടെൻസിലാണ്, എപ്പോഴും ആൾ ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴെങ്കിലും മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അല്ല മടി പിടിച്ച് അലസതയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂലഭാവങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഉടനെ ചിന്തിക്കാം, പരിശുദ്ധാത്മാവ് എന്നിൽ ചലിക്കുന്നില്ല. അനങ്ങിക്കൊണ്ടിരുന്നാൽ, പരിശുദ്ധാത്മാവ് എന്നിൽ അനങ്ങിക്കൊണ്ടിരുന്നാൽ, എന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ദൈവത്തിൻ്റെ വഴി വിട്ടുപോകുകയില്ല, ദൈവത്തെ വേദനിപ്പിക്കുകയില്ല. എപ്പോഴും നമുക്ക് ഓർക്കണം ജോസഫ് പറഞ്ഞ ആ വചനം, ഇത്ര നീചമായി പ്രവർത്തിച്ച എൻ്റെ ദൈവത്തെ ഞാൻ വിഷമിപ്പിക്കുകയില്ല. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടോ? നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ യാക്കോബിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കാനായിട്ട് ജോസഫ് ചെല്ലുന്നുണ്ടല്ലേ. യാക്കോബ് മക്കളെല്ലാം അനുഗ്രഹിക്കുന്നുണ്ട്, ഒപ്പം തന്നെ തൻ്റെ മക്കളെയൊക്കെ കൊണ്ടുപോയി അനുഗ്രഹം മേടിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ?
നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ എവിടെയാ? അനാഥാലയത്തിലാണോ? അതോ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അതോ നമുക്ക് ഭാരമാണോ? നമ്മുടെ മക്കളോട് അങ്ങോട്ട് പോകണ്ട, അവരുടെ അടുത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണോ ചെയ്തേ? അതോ നമ്മുടെ അപ്പാപ്പൻ അമ്മാമ്മമാരുടെ അടുത്തേക്ക് വിട്ട് അവരെ അനുഗ്രഹങ്ങളൊക്കെ മേടിപ്പിക്കുകയും അവരോട് ചിരിച്ചു കളിക്കാനൊക്കെ സമ്മതിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? ഞാൻ കുറച്ചൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഇന്നത്തെ യൂത്ത് അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ അടുത്തേക്ക് പോയാൽ ഇന്ന് സ്റ്റാൻഡേർഡ് പോകും എന്ന രീതിയിലേക്കൊക്കെ വിടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അനുഗ്രഹമാണ് കൊച്ചുകുട്ടികളെയൊക്കെ ബലപ്പെടുത്തുന്നത്. അതുകൊണ്ട് അവരോട് കളിക്കുന്നത് കൊണ്ടോ അവരോട് ചിരിക്കുന്നത് കൊണ്ടോ അവരോട് വർത്തമാനം പറയുന്നതൊന്നും തെറ്റല്ല. അവരുടെ കൂടെ ആയിരിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ വിടണം. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയും, നമ്മുടെ മാതാപിതാക്കന്മാരെങ്കിലുമൊക്കെ അനാഥാലയങ്ങളിലുണ്ടെങ്കിൽ അവരാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹം എന്ന് മനസ്സിലാക്കി തിരിച്ച് നമ്മുടെ കുടുംബത്തിലേക്കും കൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതിനൊക്കെ സാധിക്കണമെങ്കിൽ എന്നിലെ പരിശുദ്ധാത്മാവ് ജ്വലിക്കണം. എന്നെ വളർത്തിയതാണ്, എന്നെ കൊണ്ടുവന്നതാണ് എൻ്റെ അപ്പനും അമ്മയും, അവരെ എനിക്ക് സ്നേഹിക്കണം എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞേക്കാം. ഞാൻ ഓർക്കുകയായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമുള്ള ഒരു സിസ്റ്ററിൻ്റെ ഒപ്പം ഞാൻ ഒരു വർഷത്തോളം ജീവിച്ചിരുന്നു. അപ്പോൾ സിസ്റ്റർ എപ്പോഴും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ആൾ ചാവും. ആകെ ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ചെന്നാൽ ഞാനൊക്കെ ഈശോയെ അപ്പ പിതാവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അവൾ പരിശുദ്ധാത്മാവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. അത്രമാത്രം പരിശുദ്ധാത്മായിട്ട് ക്ലോസ് ആയിരുന്നു. അതുപോലെ പഠന മേഖലകളിലൊക്കെ ആൾക്ക് 100-ൽ 100 മാർക്കൊക്കെയാണ് ആൾ വാങ്ങിച്ചിരിക്കുന്നത്. എല്ലായിടത്തും നല്ല മാർക്കും, എല്ലാ കാര്യങ്ങളിലും. കുറേ ലാംഗ്വേജുകളൊക്കെ, ഇപ്പോൾ ആൾ ആഫ്രിക്കയിലാണോ, എല്ലാ ലാംഗ്വേജുകളും പറയാനും ചെയ്യാനൊക്കെ കിട്ടുന്നത് എന്താ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഞാൻ ഒരിക്കലും ഓർക്കുകയായിരുന്നു, എനിക്ക് ഡയബറ്റിക് ഉണ്ട്. അപ്പം എനിക്ക് ഇച്ചിരി ഭക്ഷണം പെട്ടെന്ന് വിശപ്പ് വരും. വിശപ്പെന്ന് പറഞ്ഞാൽ അതികഠിനമായ വിശപ്പാണ്. ആർക്കും എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിശപ്പാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ 2 മണി, രാത്രി 2 മണിക്കോ 1 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത്രമാത്രം വിശപ്പിനെ കൺട്രോൾ ചെയ്യാണ്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ ട്രാൻസ്ഫറാണ്. അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് പോരാണ്. അപ്പോൾ ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു, മോളെ നീ എന്നെ ഓർക്കുവാണെങ്കിൽ ഒരു കാര്യം നീ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞോളൂ. നിൻ്റെ വലിയ പ്രിയപ്പെട്ട ആളല്ലേ പരിശുദ്ധാത്മാവ്, നീ പരിശുദ്ധാത്മാവിനോട് പറയണേ. ആ സിസ്റ്ററിൻ്റെ അമിതമായ വിശപ്പൊന്ന് മാറ്റി കൊടുത്തേക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു ആ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് 100% ഉറപ്പാണ്. നിഷ്കളങ്കമായ രീതിയിൽ ഞാനും ചോദിച്ചു, നിഷ്കളങ്കമായ രീതിയിൽ അവളും പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. എൻ്റെ ആ അമിതമായ വിശപ്പ് ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ റുട്ടീൻ ഫുഡ് അല്ലാതെ രാത്രിയിലോ യാമങ്ങളിലോ ഒന്നും എനിക്ക് വിശപ്പ് അനുഭവപ്പെടാറില്ല. കാരണം പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥന ശക്തമായിട്ട് കേട്ടു എന്നുള്ളതും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം എന്നിലേക്ക് കടന്നു വരാൻ അത് അവസരമാകുകയും ചെയ്തു. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഈശോയെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാറ്. പക്ഷേ ഈശോ പറയുന്നുണ്ട്, നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ സഹായകനെ നമുക്ക് തരാം. അപ്പോൾ ഇപ്പം നമ്മുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പറയാമോ? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു 3 കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 16:8. എന്തൊക്കെയാണ്? പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് താക്കീത് നൽകും. ഈ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തും. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിൽ നമുക്ക് പാപബോധം വരും, നീതിബോധം വരും, ന്യായവിധിയെക്കുറിച്ചൊക്കെ ഒരു ഉറപ്പ് വരും. അപ്പം സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ നമ്മൾ നീചമായിട്ട് പാപം ചെയ്ത ദൈവത്തെ വേദനിപ്പിക്കുകയല്ല, സഹോദരങ്ങളോടൊക്കെ ശത്രുതയെല്ലാം വെളിഞ്ഞ് എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കും. നമ്മിലുള്ള പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കുമ്പോൾ അവരെല്ലാം പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കും എന്നുള്ളൊരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതേതാ? നമ്മിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം. പരിശുദ്ധ അമ്മ എലീശമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ഉദരത്തിൽ കിടന്ന ശിശു പോലും സന്തോഷത്താൽ കുതിച്ച് ചാടി. കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം അവിടുന്ന് എലീശ പറയുകയും ചെയ്തു. ഈ ഒരു അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ ആവസിക്കും.